അവിടെ ജലവിതരണം മുടങ്ങുമ്പോൾ ഇവിടെ വെള്ളം നിർലോഭം കൊടുക്കുന്നുണ്ട്. ഇത് ആറന്മുളയിലെ കുടിവെള്ള പൈപ്പാണ്. ഇത് കുറച്ച് ദിവസമായി ഇത് പ്രവർത്തിച്ചു. നമ്മുടെ പ്രതിനിധി പ്രവീൺ കൂടി ഇവിടെയുണ്ട്. പ്രവീൺ, ഗുഡ് മോർണിംഗ്. ഉത്സവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉത്സവം അടിപൊളിയായിരുന്നു. ആറന്മുളക്കാരെ സംബന്ധിച്ച് ഉത്സവം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതെന്താ സംഭവം? ഇത് പത്തനംതിട്ടയെ പറ്റി അറിയാലോ, മലയോര ജില്ലയാണ്. വേനൽ വന്നു കഴിഞ്ഞാൽ ഈ പമ്പാ നദിയിൽ നിന്നുള്ള ജലമാണ് പൈപ്പ് ചെയ്ത് എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നത്. അതായത് വാട്ടർ അതോറിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. പക്ഷേ ഇത് പലപ്പോഴായിട്ട് പലയിടങ്ങളിൽ, ഇതിപ്പോ ഒരു കാഴ്ച മാത്രമാണ്, പലയിടങ്ങളിലും ഇത്തരത്തിൽ ഇന്നലെ രാത്രി മുതലല്ല, ഇത് കണ്ടില്ലേ, കയർ കെട്ടി ഇവിടെ ഇത് സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുകയാണ്. നോക്കൂ, ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അല്ലെ, നമുക്ക് നാട്ടുകാരുടെ ഒരു പ്രതികരണം എടുക്കേണ്ടതുണ്ട്. ഇത് ഇത്തരം പൈപ്പ് കാഴ്ചകൾ പലയിടങ്ങളിലും സജീവമാണ്. എങ്ങനെയാണ് നമ്മളുടെ, എന്നിട്ട് വാട്ടർ ബില്ലോ ഇതിനാര് പൈസ കൊടുക്കും? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എത്ര നാളുകളായി എന്നുള്ളത് ഇതിന്റെ ഒരു ഘടനയിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിനകത്ത് ആദ്യത്തെ ഒരു ലെയർ കെട്ടിവെച്ചു പൊട്ടിയപ്പോ അല്ലെ, അതിന്റെ പുറത്ത് വീണ്ടും തുണി കെട്ടിവെച്ചു അല്ലെ, വീണ്ടും കമ്പിയിട്ട് കെട്ടി, അവസാനം ഇത് വീണു പോവാതിരിക്കാൻ ഇതാ നോക്കൂ. ഇതാണ് നമ്മളുടെ പുതിയ സാങ്കേതിക വിദ്യ. നവകേരളത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ് സുഹൃത്തുക്കളെ നമ്മൾ. ഇതാണ് ആറന്മുളയിലെ കാഴ്ച അല്ലെ. കയർ കെട്ടിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് ദയ തോന്നിയ ആളുകളാണ്, മനുഷ്യരാണ്. വാട്ടർ അതോറിറ്റി ജീവനക്കാരും ആരുമല്ല. ഇതിങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കട്ടെ എന്നുള്ള ഒരു കരുതൽ കൊണ്ട് ഇത് കെട്ടിവെച്ചതാണ്. പക്ഷെ ഇത് പലപ്പോഴും വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പെടുത്താറുണ്ട്. പക്ഷെ അവർ എപ്പോഴും ഒരു ന്യായം പറയുന്നത്, പലയിടങ്ങളിലും പൈപ്പുകൾ 30 വർഷത്തിലധികം ഉള്ള പൈപ്പുകളാണ് ഭൂമിക്കടിയിൽ ഇട്ടിരിക്കുന്നത്. പക്ഷെ അത് പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് പുതിയ പൈപ്പുകൾ ഇടുന്നുണ്ടെങ്കിൽ പോലും ഭാഗത്ത് ഇത് നോക്കൂ, ഭൂമിയുടെ മുകളിലുള്ള പൈപ്പാണ്, നാട്ടുകാർക്ക് കാണാൻ കഴിയുന്ന പൈപ്പാണ്, ഉദ്യോഗസ്ഥർക്ക് വന്ന് വളരെ എളുപ്പം മാറ്റാൻ കഴിയുന്ന പൈപ്പാണ്. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരം ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ഒരു പോരായ്മയുണ്ടെങ്കിൽ അത് അധികൃതരുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടുകയും നമ്മുടെ നാടിന് തന്നെ ഒരു നാണക്കേടല്ലേ? നാണക്കേടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്കൊരു ആഴ്ചകളായി, മാസങ്ങളായി ഒരുപക്ഷെ ഈ പൈപ്പിന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വെള്ളം കുടി മുടങ്ങിയ കഥ പറയുമ്പോൾ, വെള്ളം ധാരാളമുള്ള ആറന്മുളയിലെ പൈപ്പ് പൊട്ടിയ കഥയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്.